ഈ മഴക്കാലത്ത് നല്ല പുഴമീൻ കിട്ടണമെങ്കിൽ വയനാട് കാരാപ്പുഴ ഡാമിന്റെ റിസർവോയർ പരിസരത്തേക്ക് എത്തണം. ചെറിയ മീനുകൾ മുതൽ 30 കിലോ വരെയുള്ള മീനുകളാണ് റിസർവോയറിൽ നിന്നും പിടിക്കുന്നത്. ന്യായവിലയ്ക്ക് വിൽക്കുന്ന മീൻ വാങ്ങാൻ ദൂരദേശത്ത് നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. നെല്ലാറച്ചാൽ പട്ടികജാതി പട്ടികവർഗ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ കീഴിൽ നടത്തുന്ന മീൻ വിൽപ്പനയാണിത്. കാരാപ്പുഴ ഡാം റിസർവോയറിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ന്യായവിലയിൽ സഹകരണ സംഘം വഴി വിൽപ്പന നടത്തും. 2 കിലോ മുതൽ 30 കിലോ വരെയുള്ള മീനുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. പുലർച്ചെ 5 മണി മുതൽ മീൻ പിടിക്കാൻ ആരംഭിക്കും. ചെമ്പല്ലി, കട്ല, രോഹു, വരാൽ, ആരൽ എന്നിവയാണ് പ്രധാനമായും ലഭിക്കുന്ന മീനുകൾ. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന കച്ചവടം 9 മണിയോടെ അവസാനിക്കും. 25-30 കിലോ വരെ മിനിമം ഇവിടെ കിട്ടും. 29,400 ഏറ്റവും ടോപ്പ് വന്നത്. അപ്പോൾ അതിൽ വലുതുണ്ടാവും, പക്ഷെ നമ്മളെ വലയുന്നത് പൊട്ടിച്ചു പോകലുണ്ട് കുറേയൊക്കെ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വിലയും കുറവാണ്, ഫ്രഷായ മീനും കഴിച്ച് ആൾക്കാർക്ക് കൊണ്ട് പോവാം. കാരണം ജീവനുള്ളത് പടയ്ക്കുന്ന മീനുകളാണ് മൊത്തം ഉള്ളത്. എടുക്കുക, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഒരു മായ ഒന്നും ചെയ്യിക്കുന്നില്ല, ഫ്രിഡ്ജിൽ അങ്ങനത്തെ ഒന്നും വെക്കുന്നില്ല. ഡയറക്റ്റ് നിശ്ചിത വിലയാണ്. നമുക്കതിൽ കൂടുതലായിട്ട് വിൽക്കാനും പറ്റൂല. വിൽപ്പന നടത്തിയ മീൻ വെട്ടി നൽകാനും അടുത്തു തന്നെ സൗകര്യമുണ്ട്. റിസർവോയറിൽ നിന്ന് പിടിക്കുന്ന മീൻ അപ്പോൾ തന്നെ ലഭിക്കുന്നുവെന്നതും ന്യായമായ വിലയുമാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മീൻ വാങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഫ്രഷ് മീനാണ്. നമ്മൾ കൽപ്പറ്റയൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് പൊതുവേ ഫ്രഷ് മീൻ കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രഷ് മീൻ കിട്ടുമ്പോൾ ഒരു സന്തോഷം. നാച്ചുറലായി പിടിക്കുന്ന മീനായുണ്ട്, അതിൻ്റെ ഒരു ഗുണങ്ങൾ കാണുന്നുണ്ട്. പിന്നെ നല്ല തിരക്കാണ് ആളുകൾ, മീനിന് ഭയങ്കര ഡിമാൻഡാണ് കാണുന്നത്. പിന്നെ ഫ്രഷ് മീൻ കഴിക്കാന്നുള്ള ഉദ്ദേശം, പിന്നെ രാവിലെ ഒരു എൻജോയ്മെൻറ്റും. വരും ദിവസങ്ങളിൽ മഴ കനത്താൽ കൂടുതൽ മീനുകൾ ലഭിക്കുമെന്നാണ് മീൻ പിടിക്കുന്നവരുടെ പ്രതീക്ഷ. കാരാപ്പുഴ ഡാം റിസർവോയറിലെ അംഗീകൃത മീൻപിടുത്തക്കാരാണ് ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നത്. 15 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങൾ ഡാമിൽ ഓരോ വർഷവും നിക്ഷേപിച്ചാണ് മീൻ വളർത്തുന്നത്. ന്യൂസ് മലയാളം, വയനാട്.